വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഈ വരുന്ന 5 വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ അവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക. കാരണം ഈ ലുലു മാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പാണ്ഡിത്യം ഇല്ലെങ്കിലും ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അതിൽ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം. അതിപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളും അതിന് കൂടെ ഉണ്ടാവണം. അതുപോലെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസൊക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. കായിക രംഗത്ത് ഈ കഴിഞ്ഞ 5 വർഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണമൊക്കെ എന്നോ പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മളെ തിരൂർക്കാരനായ കായിക മന്ത്രി അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളും ഒക്കെ ആയിട്ടാണ് അത് ദീർഘിച്ച് പോയത്. ഇപ്പോൾ അത് മനോഹരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ശ്രമം നടത്തുന്നത്. പാർട്ടി UDF സംവിധാനത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തെങ്കിലും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ഞങ്ങളുടെ ഒരു വിശേഷം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സെക്രട്ടറി. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതുപോലെ തന്നെ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഞങ്ങളുടെ ഒരു ഐക്യം. സാധാരണ ഏതൊരു പാർട്ടിയാണെങ്കിലും ചെറിയ അങ്ങോട്ടും പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഞാൻ തന്നെ നേരിട്ട് ഞാൻ പാർട്ടി പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ എൻ്റെ സഹപ്രവർത്തകരും ഞാനും നമ്മളെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ലാതെ വഴുകാതെ തന്നെ നമുക്ക് ഫിഷ് മാർക്കറ്റും നമ്മളെ മാർക്കറ്റൊക്കെ പോകുന്നൊരവസ്ഥ വരും. റോഡ് സൈഡ് ഫിഷ് മാർക്കറ്റ് മനോഹരമായ രീതിയിൽ നമുക്ക് ഈ പൂങ്ങോട്ട് പോലീസ് ലൈനിൻ്റെ ഭാഗത്ത് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട്. ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നമ്മളൊന്നും അറിയപ്പെടാത്ത ഏകദേശം 3-4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുക. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം. അപ്പോൾ അത് അവിടെ ആ ഫിഷ് മാർക്കറ്റ് കൊണ്ടുവരാൻ അതിൻ്റെയൊക്കെ ഒരു ആരംഭം തന്നെ തുടക്കത്തിൽ തന്നെ അത് ചെയ്യുമെന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്. അതിൻ്റെ ഫിഷ് മാർക്കറ്റിൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് ഏത് സമയമായി റെയിൽവേൻ്റെ ഭീഷണിയാണ്. ഈ ഫിഷ് മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റു പഞ്ചായത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മാത്രമേ നഗരസഭയ്ക്ക് വർഷത്തിൽ 60 ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന. പിന്നെ ഏകദേശം 100-200 ആളുകൾക്ക് ജോലി തിരൂര് സ്വദേശികൾക്ക് കിട്ടുന്ന പ്രയാസം ഇല്ല. ഓൾറെഡി 4 ഏക്കർ ഉണ്ട്. അതവിടെ പോകുമ്പോഴാണ് ടി കുഞ്ഞുബി ചെയർപേഴ്സണായ സമയത്ത് അടക്കം അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് യാത്ര ജലപാത ഒരുക്കുക എന്നുള്ളത് അത് ഒരു വോട്ട് സംവിധാനങ്ങളും അതിൻ്റെ ജില്ലാ പഞ്ചായത്ത് ഏകദേശം 7 കോടി രൂപയോളം ചെലവഴിച്ച് കുറേ ചളികളും മണ്ണുകളും നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലവർഷം നമുക്കിവിടെ വെള്ളക്കെട്ട് ഒഴിവായത് കുറേ. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടാനും സംവിധാനമുണ്ട്. അപ്പോൾ അത് പൊന്നാനി വരെ കൊണ്ടുപോകുന്നൊരു സംവിധാനം.